ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഡ്രെയിനേജ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഹിമാലയൻ റിവേഴ്സ് പഠിച്ചു. ഹിമാലയൻ റിവേഴ്സ് ഏതൊക്കെ വഴികളിലൂടെയാണ് ഒഴുകുന്നതെന്ന് പഠിച്ചു. പെനിൻസുലാർ റിവേഴ്സിനെ പറ്റി പഠിച്ചു. പെനിൻസുലാർ റിവേഴ്സിന്റെ പേരുകൾ പഠിച്ചു. പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെ വഴികളിലൂടെയാണ് ഒഴുകുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പുതുതായിട്ട് ഒരുപാട് സ്ഥലങ്ങളുടെ പേരുകളും കുറെ റിവേഴ്സിന്റെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മക്കള് ഒന്ന് രണ്ട് വട്ടം എന്ത് ചെയ്യുക, വായിച്ചിട്ട് പഠിക്കും. ഓക്കെ, പേരുകൾ നന്നായിട്ട് വായിച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗമാണ് ലേക്ക് അല്ലെങ്കിൽ തടാകങ്ങൾ അല്ലെ. ലേക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പാർട്ട് ഫ്രം അട്രാക്ഷൻ ഫോർ ടൂറിസ്റ്റ്, lakes are also useful to human beings in many ways. Okay, India has many lakes. നമുക്ക് ഒരുപാട് ലേക്കുകൾ ഉണ്ട്. These differ from each other in the size and other characteristics. അപ്പം സൈസ്, ഓരോ ലേക്കും വേറൊരു ലേക്കിൽ നിന്നും ചിലപ്പം സൈസിന്റെ ബേസിസിലായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. വേറെയും പല പാരാമീറ്റേഴ്സിൽ വ്യത്യാസമുള്ള പല ക്യാരക്ടറിസ്റ്റിക്സിൽ ലേക്സുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ട്. Most lakes are permanent. Some contain water only during the rainy season, like the lakes in the basins of inland drainage of semi-arid region. അപ്പം ചില ലേക്കില് എപ്പോഴും വെള്ളം ഉണ്ടാവും, ചില ലേക്കില് റെയിനി സീസണിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, വെള്ളം ഉണ്ടാവാറുള്ളൂ. അപ്പം അത് ഡിഫർ ചെയ്യാറുണ്ട് സമയത്തിനനുസരിച്ചും സ്ഥലത്തിനനുസരിച്ചും. There are some of the lakes which are the result of action of glaciers. അപ്പം ഗ്ലേഷ്യേഴ്സ് കാരണം ഉണ്ടാവുന്ന ലേക്സ് ഉണ്ട് ആൻഡ് ഐസ് ഷീറ്റ്സ്. ഗ്ലേഷ്യേഴ്സും ഐസ് ഷീറ്റും കാരണം ഉണ്ടാവുന്ന ലേക്സും ഉണ്ട്. While the others have been formed by wind, river action and human activities. വേറെ ഗ്ലേഷ്യേഴ്സും ഐസ് ഷീറ്റ് കാരണം ഉണ്ടാവുന്ന ലേക്സ് ഉണ്ട്. ചിലത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാവുന്ന അല്ലെങ്കിൽ റിവറിന്റെ ആക്ഷൻ കാരണം ഉണ്ടാവുന്ന ലേക്സ്, അല്ലെങ്കിൽ വിൻഡ് ഉണ്ടാക്കുന്ന ലേക്സ്. അപ്പം ഇങ്ങനെയൊക്കെ ലേക്സിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ലേക്സുകൾ ഉണ്ട്. A meandering water across a flood plain forms out of that cutoff that later develop into oxbow lakes. Spits and bars form lagoons in the coastal areas. Example, Chilika Lake, the Pulicat Lake and Kolleru Lake. അപ്പൊ പേരുകൾ നിങ്ങൾ പുതിയതായിരിക്കും, കുറച്ച് നമ്മളെ മലയാളി ടച്ച് അല്ലാത്ത പേരുകളായതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, പഠിച്ചാൽ മതി കേട്ടോ. ചിലിക്ക ലേക്ക്, പുലിക്കട്ട് ലേക്ക്, കൊല്ലേരു ലേക്ക്. Lakes in the region of inland drainage are sometimes seasonal. ഇൻലാൻഡ് ഡ്രെയിനേജിലുള്ള ചില ലേക്സ് സീസണൽ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. എക്സാമ്പിൾ ആണ് സാമ്പാർ ലേക്ക് ഇൻ രാജസ്ഥാൻ. ഈ പേര് മക്കൾ മസ്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. രാജസ്ഥാനിലുള്ള സാമ്പാർ ലേക്സ്, സാമ്പാർ തടാകം ഇൻ രാജസ്ഥാൻ, സാമ്പാർ ലേക്ക് ഇൻ രാജസ്ഥാൻ, വിച്ച് ഈസ് എ സോൾട്ട് വാട്ടർ ലേക്ക്. അതൊരു സോൾട്ട് വാട്ടർ ലേക്ക് ആണ്. ഓക്കെ, സോൾട്ട് വാട്ടർ ലേക്ക് ആയിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമല്ലേ, സാമ്പാറിനകത്ത് ഉപ്പ് അല്ലെ. അപ്പൊ സോൾട്ട് വാട്ടർ ലേക്ക് ആയിട്ടുള്ള സാമ്പാർ തടാകം, സാമ്പാർ ലേക്ക്. ഇറ്റ്സ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് സോൾട്ട്. നമ്മൾ സോൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ ലേക്കിലെ വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. സോ അത് നിങ്ങൾ ഓർത്തു വെക്കുക. Most of the freshwater lakes are in the Himalayan region. അപ്പം നമ്മൾ സോൾട്ട് വാട്ടർ ലേക്കിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള സാമ്പാർ ലേക്ക് എന്ന് പറയുന്നത്. ഇനി ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദി ഫ്രഷ് വാട്ടർ ലേക്സും എവിടെയാണുള്ളത്? ഹിമാലയൻ റീജിയനിലാണ് ഉള്ളത്. They are of glacial origin. In other words, they formed when glaciers dug out a basin which was later filled with the snow melt. അപ്പം ഈ ഒരു ഫ്രഷ് വാട്ടർ ലേക്സ് അല്ലെ, ഫ്രഷ് വാട്ടർ ലേക്സ് ഫോം ചെയ്യുന്നത് ഗ്ലേഷ്യർ ആക്ഷൻ കൊണ്ടാണ് ഫോം ചെയ്യുന്നത്. The Vular Lake in Jammu and Kashmir in contrast is the result of tectonic activity. അപ്പം വൂളാർ ലേക്ക് എന്ന് പറയുന്നത് ഒരു ഗ്ലേഷ്യർ ആക്ടിവിറ്റി കാരണം ഉണ്ടായിട്ടുള്ള ഒരു ലേക്ക് അല്ല, പക്ഷെ മെജോറിറ്റി എങ്ങനെയാണ് ഗ്ലേഷ്യർ കാരണമാണ് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ. അപ്പം വൂളാർ തടാകം എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് പറയുന്നത് വൂളാർ ലേക്ക് ആണ്. നിങ്ങൾ മറക്കാൻ പാടില്ല ഈ പേര്. സാമ്പാർ ലേക്ക്, വൂളാർ ലേക്ക് ഒക്കെ നമ്മൾ അല്ലെ വലുതും ചെറുതൊന്നും നിങ്ങൾ മറക്കാൻ പാടില്ല. ദാൽ ലേക്ക്, ബിൻതാൾ, നൈനിറ്റാൾ, ലോക്താക് ആൻഡ് ബരപാനി ആർ സം അതർ എക്സാമ്പിൾ ഓഫ് ഫ്രഷ് വാട്ടർ ലേക്സ്. അപ്പം ബാക്കിയുള്ള നൈനിറ്റാള്, പിന്നെ ലോക്താക്ക്, ബിൻതാളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഫ്രഷ് വാട്ടർ ലേക്സ് തന്നെയാണ് ഇതൊക്കെ.
അപ്പം വൂളാർ ലേക്കും ഫ്രഷ് വാട്ടർ ലേക്കാണ്. ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ആണ്. ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ ഇന്ത്യ ആണ്. സാമ്പാർ ലേക്കും നിങ്ങൾ ഓർത്തു വയ്ക്കും. Apart from natural lakes, the damming of the rivers for the generation of hydel power has also led to the formation of lakes. അപ്പം നമ്മൾ ഡാമിങ് കാരണവും നമുക്ക് ലേക്സ്, നമ്മൾ ഹൈഡൽ പവറിന് വേണ്ടിയിട്ടുള്ള ഡാമിങ് നമുക്ക് ലേക്സ് ഫോം ചെയ്ത് തരാറുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഗുരു ഗോവിന്ദ് സാഗർ അല്ലെങ്കിൽ ബക്രാനങ്കൽ പ്രോജക്ട് എന്ന് പറയുന്നത്. ബക്രാനങ്കൽ പ്രോജക്ട്, അത് ഡാം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാം, അതിലൂടെ ഫോം ചെയ്യപ്പെട്ട ഒരു ലേക്കാണ് ഗുരു ഗോബിന്ദ് സാഗർ അല്ലെങ്കിൽ ബക്രാനങ്കൽ പ്രോജക്ട് എന്നാണ് ആ പ്രോജക്ടിന്റെ പേര്. Lakes are of great value to human beings. A lake helps to regulate the flow of a river. അപ്പം ഒരു ലേക്ക്, ഒരു റിവറിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ലേക്സ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ഹെവി റെയിൻഫോൾ ഇറ്റ് പ്രിവെന്റ്സ് ഫ്ലഡിങ്. And during the dry season, it helps to maintain an even flow of water. അപ്പം നല്ല റെയിൻഫോൾ ഉള്ള സമയത്ത് ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്ലഡിങ് പ്രിവെന്റ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള സീസൺ ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഒരു വാട്ടറിന്റെ ഒരു ഈവൺ ആയിട്ടുള്ള ഫ്ലോ, അല്ലെ, നമുക്ക് എപ്പോഴും വെള്ളം കിട്ടുന്ന രീതിയിൽ ആക്കിയിട്ട് ഒരു ഫ്ലോ ഉണ്ടാക്കി തരാനും ലേക്സിന് പറ്റാറുണ്ട്. ലേക്സ് ക്യാൻ ഓൾസോ ബി യൂസ് ഫോർ ഡെവലപ്പിംഗ് ഹൈഡൽ പവർ. നമ്മൾ കണ്ടു അല്ലെ, ബക്രാനങ്കൽ കണ്ടു. They moderate the climate of the surroundings, maintain the aquatic ecosystem. സറൗണ്ടിങ്ങിലെ ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആക്കി മാറ്റി തരിക, അല്ലെങ്കിൽ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻഹാൻസ് നാച്ചുറൽ ബ്യൂട്ടി, ഹെൽപ്പ് ഡെവലപ്പ് ടൂറിസം ഡെവലപ്പ് ചെയ്യുക, അല്ലെ, കുറെ ആൾക്കാരെ ലേക്കിലേക്ക് അട്രാക്ട് ചെയ്യുക. അപ്പൊ അതും ഒരു എന്താണ്, അതും നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് പ്രൊവൈഡ് റിക്രിയേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലേക്കിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് എൻ്റെ മക്കൾ ഓർത്തിട്ട് വെക്കണം. എന്തൊക്കെയാണ്? ദേ മോഡറേറ്റ് ദ ക്ലൈമറ്റ് ഓഫ് ദി സറൗണ്ടിങ്സ്, മെയിൻറ്റെയിൻ ദി അക്വാട്ടിക് എക്കോസിസ്റ്റം, എൻഹാൻസ് നാച്ചുറൽ ബ്യൂട്ടി, ഹെൽപ്പ് ഡെവലപ്പ് ടൂറിസം ആൻഡ് പ്രൊവൈഡ് റിക്രിയേഷൻ. അപ്പം ടൂറിസത്തിനും റിക്രിയേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലേക്കുകൾ. ഓക്കെ, ഇനി റോൾ ഓഫ് റിവേഴ്സ് ഇൻ ദി എക്കണോമി. നമ്മുടെ എക്കണോമിയിൽ റിവേഴ്സിന് എന്തെങ്കിലും റോൾ ഉണ്ടോ നോക്കാം. റിവേഴ്സ് ഹാവ് ബീൻ ഓഫ് ഫണ്ടമെന്റൽ ഇമ്പോർട്ടൻസ് ത്രൂ ഔട്ട് ദ ഹ്യൂമൻ ഹിസ്റ്ററി. നമ്മളെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ കൾച്ചറൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം റിവേഴ്സിന് ഭയങ്കര ഒരു ഫണ്ടമെന്റൽ റോള് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് റിവറിന് ഭയങ്കരമായിട്ടുള്ളൊരു റോള് നിങ്ങൾക്ക് കാണാൻ പറ്റും. Water from the rivers is a basic natural resource essential for various human activities. നമ്മൾ റിവേഴ്സിലുള്ള വെള്ളം അല്ലെ, പല ആൾക്കാരും വെള്ളത്തിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് റിവേഴ്സിനെയാണ് അല്ലെ. അലക്കാനാണെങ്കിലും അങ്ങനെ കുളിക്കാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ റിവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലെ. അപ്പം റിവേഴ്സ് എന്ന് പറയുന്നത് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. Therefore the river banks have attracted settlers from ancient times. അല്ലെ, നമ്മൾ റിവർ ബാങ്ക്സിലായിരുന്നു അല്ലെ പല സംസ്കാരങ്ങളും വളർന്നു വന്നത്. റിവേഴ്സ്, ഇൻഡസ് സിവിലൈസേഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ. അപ്പം റിവർ ബാങ്ക്സ് ഹാവ് അട്രാക്റ്റഡ് സെറ്റിലേഴ്സ് ഫ്രം ആൻഷ്യന്റ് ടൈംസ്. These settlements have now become big cities. അപ്പം അങ്ങനെ സെറ്റിൽ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇന്ന് വലിയ വലിയ സിറ്റീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. യൂസിങ് റിവേഴ്സ് ഫോർ ഇറിഗേഷൻ, navigation, hydropower generation is of special significance, particular to a country like India, where agriculture is the major source of livelihood of the majority of its population. അപ്പം നമുക്ക് കുറേ ആൾക്കാരുണ്ട് അല്ലെ ഇന്ത്യയിൽ, ഒരുപാട് ജനങ്ങളുണ്ട് അല്ലെ. നമ്മൾ പോപ്പുലേഷനിൽ ഇപ്പം നമ്പർ 1 ആയിട്ട് നിൽക്കുന്നതാണ് അല്ലെ. അപ്പൊ അത്രയും ആൾക്കാർക്ക് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അത്രയും കൾട്ടിവേഷൻ അല്ലെ, അത്രയും കൃഷി ചെയ്യണം അല്ലെ. അപ്പൊ അഗ്രികൾച്ചർ ഫീൽഡ് അത്രയും സെറ്റപ്പ് ആയിരിക്കണം. അപ്പം അഗ്രികൾച്ചറിന്റെ ചുമ്മാ അഗ്രികൾച്ചർ ഉണ്ടാവില്ല, ഇറിഗേഷൻ വേണം അല്ലെ. നന്നായിട്ട് ജലമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേണം വളർത്താൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു അഗ്രികൾച്ചറിന് അല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടിയിട്ട് നമുക്ക് അത്രയും വെള്ളം തന്ന് സഹായിക്കുന്നത് ആരാണ്? റിവറാണ്. അപ്പം നമ്മുടെ ഒരു മേജർ ആയിട്ടുള്ള അല്ലെ, നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ത്, നമ്മുടെ റിവർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് റിവേഴ്സിന് നമ്മളുടെ എക്കണോമിയിൽ വലിയൊരു റോള് തന്നെ ഉണ്ട്. ഇനി നോക്കാൻ പോകുന്നതാണ് റിവർ പൊല്യൂഷൻ. റിവർ പൊല്യൂഷനിൽ എന്താ പറയുന്നത്?
the growing domestic, municipal, industrial and agricultural demand for water from rivers naturally affects the quality of water. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഡിമാൻഡ് ഒക്കെ നമ്മൾ ഈ വെള്ളത്തിൽ അല്ലാതെ നമുക്ക് അത്യാവശ്യമുണ്ട് അല്ലെ, അത് ക്വാളിറ്റി ഓഫ് വാട്ടറിനെ എഫക്ട് ചെയ്യാറുണ്ട്. As a result, more and more water is being drained out of the rivers, reducing their volume. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലേ, നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമുണ്ട്. അപ്പം നമ്മൾ റിവറിൻ്റെ അകത്തുനിന്ന് ഒരുപാട് വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കും. അപ്പം അത് റിവറിൻ്റെ വോളിയത്തെ എന്ത് ചെയ്യും? കുറയ്ക്കും. മനസ്സിലായോ? കുറയ്ക്കും. On the other hand, a heavy load of untreated sewage and industrial effluents are emptied into rivers. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് അല്ലെ, ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ, അതായത് എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് തന്നെ കുറച്ചും കൂടി പ്രോസസ്സ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്. അല്ലെങ്കിൽ ബാക്കിയുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് റിവറിലേക്ക് ഇടും, അല്ലെങ്കിൽ നേരെ കടലിലേക്ക് പോകും അല്ലെ. അപ്പം റിവർ വഴി കടലിലേക്ക് എത്തും. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു എക്കണോമി അല്ലേ, നമ്മൾ റിവർ എന്ന് പറയുന്ന സാധനം നമ്മൾ അത്രയേറെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ റിവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഈ കാണുന്ന വേസ്റ്റുകളെല്ലാം റിവറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ അൺട്രീറ്റഡ് ആയിട്ടുള്ള അല്ലെ, ട്രീറ്റ് ചെയ്ത സീവേജ് വേസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചും കൂടെ എന്താണ് ന്യൂട്രൽ ആക്കിയിട്ടുള്ള സീവേജ് വേസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ വേസ്റ്റുകൾ അങ്ങനെ തന്നെ കളയുന്ന സമയത്ത് ഭയങ്കര ദ്രോഹമല്ലേ ചെയ്യുന്നത് റിവറിൻ്റെ അടുത്ത്. ഓൺ ദി അതർ ഹാൻഡ്, എ ഹെവി ലോഡ് ഓഫ് അൺട്രീറ്റഡ് സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആർ എംപ്റ്റീഡ് ഇൻ ടു ദി റിവേഴ്സ്. This affect not only the quality of water but also the self-cleansing capacity of the river. അപ്പം വെള്ളത്തിന്റെ ക്വാളിറ്റി മാത്രമല്ല പോവുക, റിവറിനെ സ്വന്തമായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം അല്ലെ. അത് ഒഴുകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? റിവർക്ക് എന്താ പറയുക, ഒഴുക്കുള്ള സ്ഥലത്ത് എന്താ മോശം അല്ലെങ്കിൽ എന്താ പറയുക അണുക്കൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഒഴുക്കെന്ന് പറയുമ്പോൾ പ്യൂരിറ്റി കാണിക്കുന്നതാണ്. എപ്പോഴും ഒഴുകുക എന്ന് പറയുമ്പോൾ ഒരു പ്യൂരിറ്റിയാണ്. അപ്പം നമ്മൾ ആ ഒരു ഒഴുക്കൊക്കെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ അതിൻ്റെ ഒരു ക്ലെൻസിങ് മെക്കാനിസം അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിവറിന് പറ്റുണ്ടാവില്ല. അതുപോലെ തന്നെ അക്വാട്ടിക് സിസ്റ്റം ഉണ്ട് അല്ലെ, ഒരുപാട് അക്വാട്ടിക് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെ, റിവറിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലെ. ആ ഒരു എക്കോസിസ്റ്റത്തിന് നമ്മൾ ഹാംഫുൾ ആണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അൺട്രീറ്റഡ് എഫ്ലുവൻസ് ഒക്കെ നമ്മൾ അൺട്രീറ്റഡ് സീവേജസ് ഒക്കെ നമ്മൾ റിവർ വാട്ടറിലേക്ക് ഒഴുക്കുന്ന സമയത്ത്. അപ്പം ഈ ഒരു കാര്യം മക്കള് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻസ് ഓർ NRCP ആണ്. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ അതായത് എന്താണ്? റിവർ പ്രൊട്ടക്ഷൻ അല്ലെ, റിവറിനെ സംരക്ഷിക്കുക എന്നുള്ള റിവർ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ. The ties of Ganga Action Plan. Ganga Action Plan, the phase 1 initiated in 1985 were declared closed on 31 March 2000. The steering committee of the National River Conservation Authority reviewed the progress of the Ganga Action Plan, Ganga Action Plan, and necessary correction on the basis of lessons learning and experiences gained from Ganga Action Plan phase 1. അപ്പം ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയിട്ട് അതിൻ്റെ ഔട്ട്കം നമ്മൾ ലേൺ ചെയ്യുകയാണ്. The Ganga Action Plan phase 2 have been merged with the NRCP, National River Conservation Plan അല്ലെ. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാനുമായിട്ട് ഈ ഗംഗ ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യാണ്? merge ചെയ്യാണ്. The expanded NRCP now covers 152 towns. ഇപ്പം ഈ ഒരു NRCP എക്സ്പാൻഡ് ചെയ്തിട്ട് ഇപ്പം 152 ടൗണിലാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. Under this action plan, pollution abatement ആണ്. Pollution abatement works are being taken up in 57 towns. A total at 215 schemes of pollution abatement have been sanctioned. So far, 69 schemes have been completed under this action plan. അപ്പോൾ നമ്മൾ 69 schemes ഈ ഒരു ആക്ഷൻ പ്ലാനിന്റെ ബേസിസിൽ 69 schemes നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1 million liters of sewage is targeted, intercepted, diverted and treated. നമ്മൾ ഒരുപാട് ഇങ്ങനെ റിവറിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് ആണ് ഈ ഒരു ആക്ഷൻ പ്ലാൻ വഴി എടുത്തത്.
സോ ഇത്രയുമാണ് നമ്മളുടെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ 4 സെഷൻസ് ആയിട്ടാണ് പഠിച്ചത് അല്ലേ. ഫസ്റ്റ് നമ്മൾ ഡ്രെയിനേജ് പാറ്റേൺസിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. രണ്ടാമത് നമ്മൾ ഹിമാലയൻ റിവേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലെ. ഏതൊക്കെയായിരുന്നു? ബ്രഹ്മപുത്ര, ഇന്ദു, ഇൻഡസ്, ഗംഗ. അപ്പം ഹിമാലയൻ റിവേഴ്സിനെ പഠിച്ചു. പിന്നെ നമ്മൾ പെനിൻസുലാർ റിവേഴ്സിനെ പറ്റി വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ലൈഡിൽ പഠിച്ചു. പിന്നെ നമ്മൾ ലേക്സിനെ പറ്റിയിട്ട് പഠിച്ചു അല്ലെ. ലേക്സിനെ പറ്റിയിട്ടും പഠിച്ചു. അപ്പം ഫസ്റ്റ് നമ്മൾ പാറ്റേൺസ് പഠിച്ചു അല്ലെ. പാറ്റേൺസ് പഠിച്ചു. രണ്ടാമത് നമ്മൾ ഹിമാലയൻ റിവേഴ്സിനെ പറ്റി പഠിച്ചു. അപ്പം നിങ്ങൾ മാപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. മാപ്പ് നന്നായിട്ട് പഠിക്കുക. ഹിമാലയൻ റിവേഴ്സ്, പിന്നെ നമ്മൾ പെനിൻസുലാർ റിവേഴ്സ്, പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച കാര്യം ലേക്സുകൾ അല്ലെ. ലേക്സും പിന്നെ റിവർ പ്രൊട്ടക്ഷൻ അല്ലെ. റിവർ പ്രൊട്ടക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. മക്കൾ എന്ത് ചെയ്യുക? മാപ്പ് നന്നായിട്ട് ഓരോ സെന്റൻസ് വായിക്കുമ്പോൾ, ഞാൻ എപ്പോഴും അത് തന്നെയാണ് പറയുന്നത്, ഓരോ സെന്റൻസ് വായിക്കുന്ന സമയത്ത് മാപ്പ് കൂടെ തന്നെ വെക്കുക. ഓരോ സെന്റൻസും വായിക്കുന്നതനുസരിച്ച് മാപ്പിൽ ഡയറക്ഷൻ നോക്കുക. അങ്ങനെ വേണം നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയിട്ട്. പുതിയ പേരുകൾ ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. 2ഓ 3ഓ വട്ടം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടങ്ങ് ഇല്ലാണ്ടായിട്ട് മാറും. ഓക്കെ, അപ്പൊ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. പുതിയ പേരുകൾ നന്നായിട്ട് പഠിക്കുക. മാപ്പിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു.